മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ അകത്ത് ഈ ലോകത്തിലുള്ള സകല വിഷയങ്ങളുടെയും മറുപടി നമ്മുടെ അകത്തുണ്ട്. ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തിനകത്ത് നേരിടുന്നതും നമ്മളുടെ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ചുറ്റിനുമുള്ള മറ്റ് ആൾക്കാരുടെ ജീവിതത്തിനകത്ത് അവർ നേരിടുന്ന വിഷയങ്ങളുടെ മറുപടിയും നമ്മുടെ അകത്തുണ്ട്. ഹല്ലേലൂയ. കൊളോസ്യരുടെ ലേഖനം 3-ാം അധ്യായം പറയുന്നു, ഉയരത്തിലുള്ള സകല ജ്ഞാനവും അറിവും ക്രിസ്തുവേശുവിലുണ്ട്. ഈ ക്രിസ്തുവേശു നമ്മളിലുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ലോകത്തിന് വേണ്ട സകല ഉയരത്തിലെ ജ്ഞാനം, ഇന്ന് ലോകജ്ഞാനം കൊണ്ട് ലോകത്ത് നമുക്ക് ഒരുപാടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. ദൈവീക ജ്ഞാനം ഉണ്ടെങ്കിലേ നമുക്ക് ലോകത്ത് നടക്കുന്ന പല വിഷയങ്ങളെ നമുക്ക് നേരിടാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ചുറ്റിനും പല കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിനകത്തും പലതും നടക്കുമ്പം മനുഷ്യന്റെ ലോകത്തിലെ ജ്ഞാനം കൊണ്ട് അതിനെ ഫേസ് ചെയ്യാൻ ശ്രമിച്ചാൽ, അതിന് സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു ഡിവൈൻ വിസ്ഡം ഉണ്ട്. യാക്കോബിന്റെ ലേഖനത്തിനകത്ത് ഈ ഡിവൈൻ വിസ്ഡം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട്. ജെയിംസ് ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ, സ്തോത്രം, അതിനകത്ത് യാക്കോബ് എഴുതി വെച്ചിട്ടുണ്ട്, 2 തരം ജ്ഞാനം ഈ ലോകത്തുണ്ട്. മനുഷ്യന്റെ ജ്ഞാനവുമുണ്ട്, ആത്മാവിന്റെ അല്ലെങ്കിൽ ഡിവൈൻ വിസ്ഡം ഉണ്ട്. യാക്കോബ് 3-നകത്ത് പറയുന്നു, മനുഷ്യന്റെ ജ്ഞാനത്തിനകത്ത് അല്ലെങ്കിൽ ലോകത്തിന്റെ ജ്ഞാനത്തിനകത്തുനിന്ന് അസൂയ ഉണ്ടാവും, കള്ളത്തരം ഉണ്ടാകും, സ്വാർത്ഥത ഉണ്ടാകും. ഇതൊക്കെ ദൈവിക ജ്ഞാനമല്ല, ഇതൊക്കെ ലോകത്തിന്റെ ജ്ഞാനമാണ്. അതിനെക്കുറിച്ച് പറയുന്നത്, ലോകജ്ഞാനത്തിനെ പറയുന്നത് ഇറ്റ് ഈസ് earthly, ഇറ്റ് ഈസ് അൺസ്പിരിച്വൽ, ഇറ്റ് ഈസ് ഡിമോണിക്. ഹല്ലിയ. അനാത്മീയമായത്, ലോകപരമായിട്ടുള്ളത് പൈശാചികമാണ്. ലോകത്തിൽ കിടക്കുന്ന ജ്ഞാനം, മനുഷ്യന്റെ ജ്ഞാനം അങ്ങനെയാ. മനുഷ്യന്റെ വിസ്ഡം അങ്ങനത്തെയാ, ഫ്ലഷ്ലിയാ വിസ്ഡം, അല്ലെങ്കിൽ ജഡീകമാ മനുഷ്യന്റെ ജ്ഞാനം. ഈ മാനുഷിക ജ്ഞാനം കൊണ്ടാണ് എന്തെങ്കിലും പ്രതികരിക്കുന്നത്, വൈരാഗ്യത്തോടെ പ്രതികരിക്കുന്ന, ബഹളം വെച്ച് പ്രതികരിക്കുന്നത്, പ്രാഗി പ്രതികരിക്കുന്നത്. ഇതൊക്കെ പ്രാകുന്ന ചിലവര് നേരിട്ടൊന്നും പ്രാകത്തില്ല. പ്രാർത്ഥിക്കുന്നവര് പോലും ദൈവിക ജ്ഞാനമില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ദൈവസന്നിധിയിലോട്ട് ചെന്നിട്ട് പറയും, എന്നാലും കർത്താവെ കണ്ടോ അവരെന്നോട് ചെയ്തത്. കേട്ടോ, അത് ദൈവിക ജ്ഞാനമല്ല, അത് ജഡീക ജ്ഞാനമാണ്, മനുഷ്യന്റെ ജ്ഞാനം. അപ്പൊ മനുഷ്യന്റെ ജ്ഞാനത്തിന് നിലനിൽക്കുന്ന ഉത്തരങ്ങളൊന്നും ലഭിക്കത്തില്ല. മനുഷ്യന്റെ ജ്ഞാനം, ഹല്ലേലൂയ, അത് കോലാഹലം സൃഷ്ടിക്കുന്നത് തന്നെയാ മനുഷ്യൻ പ്രതികരിക്കുന്നത്. പക്ഷെയോ അതിന്റെ അടുത്ത വാക്കിൽ പറയുന്നു, 17-ാം വാക്യം, യാക്കോബ് 3:17 പറയുന്നു, but the wisdom from above is first of all is pure. ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന് ഉള്ള ജ്ഞാനമോ അത് നിഷ്കളങ്കമാണ്. വായിച്ച് വായിച്ചു. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവും ഉള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. അതിന് എത്ര ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലേ? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം മലിനമില്ലാത്ത, ഇറ്റ് ഇസ് പ്യുവർ. 2, അത് സമാധാനമുള്ളത്, അത് എല്ലാ നേരവും, ഇറ്റ് ഇസ് ജെന്റിൽ അറ്റ് ഓൾ ടൈം, സൗമ്യതയുള്ളത്. ഇറ്റ് ഇസ് അനുസരണമുള്ളത്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അനുസരണം. അപ്പൊ ഒരു വ്യക്തിക്കകത്ത് ദൈവിക ജ്ഞാനമുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി അനുസരണം കാണിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനകൾക്കും സാഹചര്യങ്ങൾക്കും മുതിർന്നവർക്കും തമ്മിലുള്ള ബന്ധത്തിന്, ഭാര്യ ഭർത്താവ് ബന്ധത്തിനകത്ത് അല്ല അനുസരണം കാണിക്കും. ദൈവിക ജ്ഞാനത്തിന്റെ ഗുണമാണ് അത് കരുണ നിറഞ്ഞതും സൽപ്രവൃത്തി നിറഞ്ഞതും അതിന് വ്യത്യാസമില്ലാത്തതും അതേത് നേരവും ഇറ്റ് ഇസ് സിൻസിയർ അല്ലെ? ഹല്ലേലൂയ. 8 കാര്യങ്ങളാ ദൈവത്തിന്റെ ദൈവീക ജ്ഞാനത്തിനെ കുറിച്ച് പറയുന്നത്. അത് നമ്മൾ എടുക്കാൻ കുറേ സമയം അതെടുക്കും. എന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ആ തോട്ട് ഇന്ന് അതല്ല, അതിലേക്ക് ഞാൻ കൊണ്ടുവരുക. കൊളോസ്യരുടെ ലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പം ഹല്ലേലൂയ അതിനകത്ത് പറയുന്നു, 2-ാം അധ്യായം കൊളോസ്യരുടെ ലേഖനം 2-നകത്ത് അതിന്റെ 3-ാം വാക്യം പറയുന്നു, ക്രിസ്തുവിനകത്ത് മറഞ്ഞു കിടക്കുന്നു എല്ലാ ജ്ഞാനവും അറിവും. അപ്പൊ ഈ ദൈവിക ജ്ഞാനം വേണോ? അനുസരണയുള്ളത്, മലിനപ്പെടാത്തത്, നേരായിട്ടുള്ളത്, ഏത് സമയവും സൽപ്രവൃത്തി ചെയ്യുന്നത്,
ഇതിന് ഒരുവന്റെ അകത്ത് ക്രിസ്തുവിന്റെ ജ്ഞാനം വരണം. ഹല്ലേലൂയ. നമ്മളുടെ അകത്തോ നമ്മുടെ ചുറ്റിനുമുള്ളവരുടെ അകത്തോ ഈ വക കാര്യങ്ങൾ എന്താണ്? കരുണയോ അല്ലെങ്കിൽ സമാധാനമോ അല്ലെങ്കിൽ അനുസരിക്കുന്നതോ ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കണം. യാക്കോബ് പറഞ്ഞത് ജ്ഞാനമില്ലാത്തവൻ പ്രാർത്ഥിക്കട്ടെ, അവന്റെ അകത്ത് ജ്ഞാനം വരെ. ഹല്ലേലൂയ. കുടുംബത്തിനകത്തൊക്കെ ആരെങ്കിലും ജ്ഞാനമില്ലാത്ത വിധത്തിൽ ഇടപെടുന്നുണ്ടോ? അവരെ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യവുമില്ല. പ്രാർത്ഥിക്കണം, അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി രഹസ്യമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, ഉയരത്തിലുള്ള ക്രിസ്തുവിന്റെ ജ്ഞാനം ഇവരുടെ അകത്ത് വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. യാക്കോബ് പറയുന്നു, ആർക്കെങ്കിലും ജ്ഞാനമില്ലെങ്കിൽ ഹല്ലേലൂയ സകലതും നൽകുന്ന മനസ്സലിവുള്ള എന്റെ കർത്താവിനോട് ചോദിക്ക്, അവൻ ജ്ഞാനം പകരും. യാക്കോബിനത് എഴുതാൻ അധികാരമുണ്ട്. എന്താ? യാക്കോബ് സ്വന്തം സഹോദരൻ, യേശുവിന്റെ സ്വന്തം സഹോദരനായിരുന്നെങ്കിലും യേശുവിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും, യേശു ജീവിച്ചിരുന്നപ്പോ ഒന്നും കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഈ യാക്കോബ് ഹല്ലേലൂയ പക്ഷേ യേശു കർത്താവിന്റെ മരണം കഴിഞ്ഞപ്പം, മരിച്ചു പുനരുദ്ധാനം വന്നപ്പം മനസ്സിലായോ, ഇതിവൻ എന്റെ സഹോദരനായിട്ട് ഞാൻ അന്ന് ഇവനെ പറഞ്ഞിട്ട് കേട്ടില്ല അല്ലെങ്കിൽ വിശ്വസിച്ചില്ല. സുവിശേഷങ്ങൾക്കകത്ത് കിടപ്പുണ്ടല്ലേ, അവന്റെ സഹോദരന്മാരോ അവനെ വിശ്വസിച്ചില്ല. പക്ഷെ യേശുവിന്റെ പുനരുദ്ധാനം കഴിഞ്ഞപ്പോ മനസ്സിലായി, അത്ഭുതങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി, ഇത് സാധാരണക്കാരനൊന്നുമല്ല, എന്റെ സഹോദരൻ ശരിക്കും ദൈവം തന്നെയാണെന്ന്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ടിട്ട് ഈ ദൈവീക ജ്ഞാനം അകത്ത് വന്നപ്പോ ഒരു മാനസാന്തരം സംഭവിച്ചിട്ട് യാക്കോബ് എഴുതി വെച്ചു, ഹല്ലേലൂയ, ഈ എഴുത്തെഴുതുന്നത് യാക്കോബാണ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദാസനും ദൈവത്തിന്റെയും ക്രിസ്തുവേശുവിന്റെയും ദാസൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. കണ്ടോ, ജ്ഞാനം അകത്ത് കയറിയപ്പം. അപ്പൊ ഈ ജ്ഞാനം അകത്തുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ജ്ഞാനം അകത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്ത് മാത്രമല്ല വിഷയങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നത്, നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാരുടെ ജീവിതത്തിനകത്തും നമ്മുടെ കയ്യിൽ കർത്താവ് ഏൽപ്പിക്കും വിഷയങ്ങൾക്ക് മറുപടി കണ്ടുപിടിക്കാൻ. എന്താ? ഇത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാ, ഇത് ദൈവീക ജ്ഞാനമാ. ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമ പുസ്തകത്തിനകത്ത് വരുമ്പോ ജോസഫിനെ നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ജോസഫിനെ നമുക്ക് പരിചയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പോലല്ല, മറ്റ് യാക്കോബിനെ പോലെയോ അങ്ങനെ മറ്റ് കഥാപാത്രങ്ങളെ പോലൊന്നും അല്ല. ഈ ജോസഫിനെ നമ്മൾ കാണുന്ന വളരെ ഒരു നിഷ്കളങ്കൻ ആയ ഒരു കുഞ്ഞ്, അപ്പന്റെ ഭയങ്കര സ്നേഹത്തിൽ വളർന്ന ഒരു മകൻ. ഈ മകനെ നമ്മൾ കാണുന്ന സഹോദരന്മാര് ഇവനെ എടുത്തിട്ട്, നമുക്ക് ആ കഥ എല്ലാം അറിയാം, ഇവനെ ഒരു ഗുഹയ്ക്കകത്തിട്ട്, ഒരു ഡിച്ചിനകത്തിട്ട്, ഒരു കുഴിക്കകത്തിട്ടിട്ട് ഇവനെ വിറ്റ് കളയുന്നത്. പക്ഷെ നമ്മൾ കാണുന്നുണ്ട് ഇവന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ നമ്മൾ കാണുന്നുണ്ട്. ഇവൻ എല്ലായിടത്തും ഇവൻ വളരെ ദൈവത്തിനോട് അനുസരണയോടെ. അപ്പം ദൈവിക ജ്ഞാനം എന്താ ചെയ്യുന്നത്? ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിനെ അനുസരിച്ചിട്ട് ഹല്ലേലൂയ മറ്റുള്ളവരെ ചുറ്റിനുമുള്ളവർക്ക് ഉള്ള മുതിർന്നവർക്ക് അനുസരണയോടെ വിട്ടുകൊടുക്കുന്നത് നമ്മൾ കാണുന്ന. ഇവൻ പോയിടത്തെല്ലാം ദൈവത്തിന്റെ ഫേവർ ഉണ്ട്. പക്ഷെ ഏറ്റവും വലിയ കാര്യം നമ്മൾ കാണുന്നത്, ഇവന്റെ അകത്ത് ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചവനായതുകൊണ്ട്, ദൈവിക ജ്ഞാനം ഇവനിൽ ഉള്ളത് കൊണ്ട്, ഹല്ലേലൂയ, ലോകത്ത് അവൻ ജീവിക്കുന്ന ദേശത്തുണ്ടായ വിഷയത്തിന് വേണ്ടി പരിഹാരം ഇവന്റെ അകത്ത് ദൈവം ഇട്ടുകൊടുക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ കാണുന്നു ഫെറവോൻ കണ്ട സ്വപ്നത്തിന് ഹല്ലേലൂയ ജോസഫിന്റെ അകത്ത് മാത്രമേ ഉള്ളായിരുന്നു മറുപടി ഉണ്ടായിരുന്നത്. 2, ഈ ദേശം അനുഭവിക്കുന്ന ആ വിഷയത്തിനകത്ത് ഹല്ലേലൂയ ദൈവം ഈ ജോസഫിന്റെ അകത്ത് മറുപടി ഇട്ടുകൊടുത്തു, അതിനുള്ള ഉത്തരം ഇട്ടുകൊടുത്തു. എന്താ? ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ഒരു പൈതലിനകത്ത് ഇന്ന് നമ്മൾ ഓരോരുത്തരും യേശുവിനെ വിശ്വസിച്ച് യേശുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ. ഉറപ്പോടെ ഇരിക്കണം, ഹല്ലേലൂയ, നമ്മൾ ഫേസ് ചെയ്യുന്ന സകല വിഷയത്തിനും ആരുടെയും അടുത്ത് ചെന്ന് ആലോചന ചോദിക്കേണ്ട ആവശ്യമില്ല. ആലോചനകൾ നമ്മളുടെ അകത്തിട്ട് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റിനും നമ്മളെ ആശ്രയിച്ചു നിൽക്കുന്ന ആൾക്കാര് കാണും. ചിലപ്പോൾ നമ്മളെ ആശ്രയിക്കുന്നവരായിരിക്കത്തില്ല. ജോസഫിന്റെ കാര്യം പറഞ്ഞതുപോലെ ജോസഫിനെ ആശ്രയിക്കുന്നതല്ലായിരുന്നു ഫെറവോൻ. പക്ഷേ ഹല്ലേലൂയ, ആ ദേശത്തെ വിഷയത്തിന് പോലും ദൈവ പൈതലിന്റെ അകത്ത് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം,
എൻ്റെ അകത്ത് ദൈവിക ജ്ഞാനവും അറിവുമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, ഇന്ന് എൻ്റെ ജീവിതത്തിനകത്തും എൻ്റെ ചുറ്റിനുമുള്ള ഉള്ളവരുടെ ജീവിതത്തിനകത്തും അങ്ങേയറ്റം എൻ്റെ ദേശത്തുള്ള വിഷയങ്ങളുടെ മറുപടി വരെയും എൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഫെറവോൻ ഇവന്റെ അടുത്ത്, ജോസഫിന്റെ അടുത്ത് സ്വപ്നമെല്ലാം പറഞ്ഞു കഴിഞ്ഞ്, ജോസഫ് വ്യാഖ്യാനിച്ചു കഴിഞ്ഞ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം, ജെനസിസ് ചാപ്റ്റർ 41, അതിന്റെ 38 to 39, 38 തൊട്ട് 39 വാക്യങ്ങൾ. അപ്പൊ അതിന്റെ 37 വാക്യം പറയുന്നു, ജോസഫ്സ് suggestions were well received by Pharaoh and his officials. ആ വിഷയത്തിനുള്ള ഉത്തരം അല്ലെങ്കിൽ അതിന്റെ പരിഹാരം, ഹല്ലേലൂയ, ജോസഫിനകത്തുണ്ടായിരുന്നു. ജോസഫ് പറഞ്ഞു കൊടുത്ത ആ പരിഹാരം അവര് സ്വീകരിച്ചു. എന്ന് പറഞ്ഞ് എൻ്റെ അകത്ത് എല്ലാത്തിന്റെയും പരിഹാരം എൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള വിഷയങ്ങൾക്ക് ഭാര്യയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യയ്ക്കകത്താണെങ്കിൽ ദൈവം ആ വിഷയത്തിന് പരിഹാരം ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പരിഹാരം കർത്താവ് നിങ്ങളുടെ അകത്തിട്ട് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കള് അനുസരണയില്ലാതെ ജീവിക്കുവാണെങ്കിൽ ആ മക്കളെ വഴിതിരിച്ച് നേരാവണ്ണം കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിഹാരം നിങ്ങളുടെ അകത്തിട്ടിട്ടുണ്ട്. സ്തോത്രം. ഭാര്യയോ ഭർത്താവോ അനുസരണയില്ലാതെ സ്നേഹമില്ലാതെ ജീവിക്കുന്ന വഴിതെറ്റിയ ജീവിതമാണെങ്കിൽ ആ വ്യക്തിയെ നേരെയാക്കാനായിട്ടുള്ള പരിഹാരങ്ങള് കർത്താവ് നിങ്ങളുടെ അകത്തിട്ടിട്ടാണ് നിങ്ങളുടെ കയ്യിൽ ആ വ്യക്തിയെ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അല്ല എന്ന് ആരും പറയണ്ട. ചിലപ്പം സമയമെടുക്കും, പക്ഷെ അവരെ ക്രിസ്തുവിൽ കൊണ്ടുവരാൻ വേണ്ടി ഉള്ള എല്ലാ മറുപടികളും, എല്ലാ പ്രാർത്ഥനയുടെ വാക്കുകളും, സകല ആരാധനയുടെ ശബ്ദങ്ങളും നിങ്ങളുടെ അകത്തിട്ടിട്ടുണ്ട്. സ്തോത്രം. വേറെ എങ്ങും ആരുടെയും അടുത്ത് ഓടിപ്പോകേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ഇന്ന് നമ്മളെയൊക്കെ ആക്കി വെച്ചിരിക്കുന്ന, നമ്മൾ ആയിരിക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അവിടെ നല്ല നടപടികൾ എടുക്കാൻ വേണ്ടി നമ്മളുടെ അകത്ത് ശക്തി ഇട്ടിട്ടുണ്ട് ദൈവം. ദൈവത്തിന്റെ പരിജ്ഞാനം ഇട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപ നമ്മളുടെ അകത്തിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എഫെസ്യരുടെ ലേഖനം പറയുന്നു, നമ്മളെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. ഇനിയും ബാക്കി അനുഗ്രഹങ്ങളൊന്നുമില്ല. ഹല്ലേലൂയ. അത് വെളിപ്പെട്ടാൽ മാത്രം മതി. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവിനകത്ത് വസിക്കുന്ന ഒരു വ്യക്തിയില്, ഹല്ലേലൂയ, പല കൃപാവരങ്ങളും, എല്ലാ കൃപാവരങ്ങളും അകത്ത് കിടപ്പുണ്ട്. ഇതൊന്ന് വെളിപ്പെടണം. ഹല്ലേലൂയ. ഇതിനെ ഒന്ന് ടാപ്പ് ചെയ്യണം. സ്തോത്രം. അത് വചനമായ മഴ വീണ് അതിനെ നമ്മള് പ്രവർത്തിക്കുമ്പോൾ ഹല്ലേലൂയ ഇതൊക്കെ പുറത്തു വരുന്നത് കാണാൻ സാധിക്കും. ഇന്ന് വിളിച്ചു പറഞ്ഞേ, എൻ്റെ കുടുംബത്തിനകത്ത് വേണ്ട സകല പരിഹാരങ്ങളും എൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇന്ന് വിളിച്ചു പറയണം. നിങ്ങളുടെ അകത്ത് ദൈവം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ട താക്കോലുകൾ ഇട്ടിട്ടുണ്ട്, വേണ്ട പ്രാർത്ഥനയുടെ വാക്കുകൾ ഇട്ടിട്ടുണ്ട്. സ്തോത്രം. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, അയ്യോ അവര് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനകൾ കണ്ടു, എന്ത് വാക്കുചാതുര്യമാ, എത്ര ഭംഗിയാ. നോ, അത് അവർക്ക് വേണ്ടിയാ, അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടിയാ. നമ്മളുടെ ഭവനങ്ങൾക്കകത്തെ ഏറ്റവും വലിയ ശുശ്രൂഷക്കാരൻ നമ്മളാ. ഹല്ലേലൂയ. സ്വർഗത്തിനോട് എപ്പോഴും കണക്ട് ചെയ്ത് ദൈവത്തിനോടും സംസാരിച്ച് ദൈവത്തിൽ നിന്ന് വെളിപാടുകളും ദർശനങ്ങളും മേടിച്ച് നമ്മുടെ കുടുംബത്തിനകത്ത് വിളമ്പേണ്ട പ്രവാചകന്മാര് നമ്മൾ ഓരോരുത്തരുമാ. ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനം പറയുന്നു, നമ്മൾ ഓരോരുത്തരും രാജകീയ പുരോഹിത വർഗമാണെന്ന്. നമ്മൾ പ്രോഫിറ്റ്സ് ആണ്, നമ്മൾ പ്രവാചകന്മാരാണ്, നമ്മൾ പുരോഹിതന്മാരാണ്, നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. ഹല്ലേലൂയ. നമ്മുടെ കാഴ്ചപ്പാടുകളും ചിന്തകളും മാറിയാൽ ഹല്ലേലൂയ കുടുംബങ്ങൾക്കകത്തും ജീവിതങ്ങൾക്കകത്തും വലിയ വിടുതലുകൾ നടക്കുന്നത് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിനകത്ത് ജോസഫ് പരിഹാരം പറഞ്ഞു കൊടുത്തു. പരിഹാരം പറഞ്ഞു കൊടുത്തപ്പം ഫെറവോനും ഫെറവോന്റെ കൂടുള്ളവർക്കും അത് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. എന്നിട്ട് 38 വാക്യം ഒന്ന് വായിക്കാം. വേഴ്സ് നമ്പർ 38. So Pharaoh asked his officials, can we find anyone else like this man, so obviously filled with the Spirit of God? ഒന്ന് വായിച്ചേ. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ
കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഇവനെ പോലെ വേറെ ഒരുവനെ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 11-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്, ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വിൽ റെസ്റ്റ് ഓൺ ഹിം. യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വസിക്കും. എന്നിട്ട് ഈ ദൈവത്തിന്റെ ആത്മാവിനകത്ത് എന്തൊക്കെ കൃപകളുണ്ട്? സ്പിരിറ്റ് ഓഫ് വിസ്ഡം, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, സ്പിരിറ്റ് ഓഫ് കൗൺസിൽ, സ്പിരിറ്റ് ഓഫ് മൈറ്റ്, സ്പിരിറ്റ് ഓഫ് നോളജ് ആൻഡ് സ്പിരിറ്റ് ആൻഡ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. 6 കാര്യങ്ങളാ ഈ ദൈവത്തിന്റെ ആത്മാവ് ഇവന്റെ മേലുണ്ട് എന്ന് പറയുമ്പം, ഈ ദൈവത്തിന്റെ ആത്മാവ് ഇവന്റെ മേലുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ശാഖകള് ഉണ്ട് എന്ന് അവിടെ വ്യക്തമായിട്ട്. അപ്പം ജോസഫിനെ കുറിച്ച് പറയുന്നു, വ്യക്തമാണ് ഇവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. എന്നെ നോക്കിയിട്ട് ആരെങ്കിലും പറയുക, വ്യക്തമാണ് ഇവളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളെ നോക്കിയിട്ട് ആരെങ്കിലും പറയാൻ, വ്യക്തമാണ് നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അകത്ത് അല്ലെങ്കിൽ എൻ്റെ അകത്ത് ജ്ഞാനത്തിന്റെ ആത്മാവുണ്ട്, അറിവിന്റെ ആത്മാവുണ്ട്, ഉപദേശത്തിന്റെ ആത്മാവുണ്ട്, ശക്തിയുടെ ആത്മാവുണ്ട്, അറിവിന്റെ ആത്മാവുണ്ട്, ദൈവഭയത്തിന്റെ ആത്മാവുണ്ട്. 6 കാര്യങ്ങൾ നമ്മളുടെ അകത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ജോസഫിനകത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും യേശു കർത്താവാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് കൂടാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല. എഫെസ്യരുടെ ലേഖനം പറയുന്നു, നമ്മളുടെ അകത്ത് സകല ആത്മീയ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മളുടെ അകത്ത് ജ്ഞാനമുണ്ട്, അറിവുണ്ട്, ഉപദേശത്തിന്റെ വരമുണ്ട്, ശക്തിയുണ്ട്, ധൈര്യമുണ്ട്, ഹല്ലേലൂയ, അറിവുമുണ്ട്. എന്ന് വായിച്ച് മലയാളത്തിൽ നിന്ന് വായിച്ച് യെശയ്യാവിന്റെ 11:2. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അല്ലെ, ജോസഫിന് പാപം ചെയ്യാൻ അവസരം കിട്ടിയപ്പോഴും ദൈവത്തിനോടുള്ള ഭയം കാരണം, ദൈവിക പരിജ്ഞാനമുള്ളത് കാരണം അവൻ എന്ത് ചെയ്തു? എഴുതുന്നു, ഓടിപ്പോയി. സ്തോത്രം. നമ്മൾ കാണുന്നു, ജയിലറയ്ക്കകത്ത് കിടക്കുമ്പോഴും ജോസഫിനെ വളരെ ബഹുമാനത്തോടെ അവരൊക്കെ വെച്ച്, എന്താ ജോസഫ് ചെയ്യുന്നതെല്ലാം ഭയങ്കര പരിജ്ഞാനത്തോടെ ചെയ്യുന്നു, ജ്ഞാനത്തോടെ ചെയ്യുന്നു, അറിവോടെ ചെയ്യുന്നു. ഹല്ലേലൂയ. രാജാവിന്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് ജയിലിനകത്ത് കിടക്കുന്ന ആ 2 പേരോട് ദൂത് പറഞ്ഞു, അവരെ കൗൺസിൽ ചെയ്യുന്നു, അവരെ ഉപദേശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഫെറവോന്റെ അടുത്ത് വന്ന് ആ വിഷയത്തിന്, ആ കണ്ട സ്വപ്നത്തിന് പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന കാണുന്നുണ്ട്. അല്ലെ, ജോസഫിനകത്ത് ഇതെല്ലാം കിടക്കുന്നത് നമ്മൾ കാണുന്നത്. എന്താ? അതാണ് ഫെറവോൻ ഇത് തിരിച്ചറിഞ്ഞു. ഒരു ജാതിയൻ ഇത് തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, ഇവന്റെ അകത്ത്, ഇവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ഹല്ലേലൂയ. എന്നുവെച്ചാൽ ഇവന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വന്ന ഫലം ഇത് അവര് കണ്ടു. ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും അകത്ത്, യെശയ്യാവിന്റെ 11-നകത്ത് 2-ാം വാക്യത്തിനകത്ത് അത് യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് അത് യേശു ക്രിസ്തു മൂലം നമ്മളുടെ അകത്ത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മളുടെ ഓരോരുത്തരുടെയും അകത്ത് യേശു കർത്താവിനകത്തൂടെ, യേശുവിലൂടെ, അതാ കൊളോസ്യരുടെ ലേഖനം 2-ാം അധ്യായം പറഞ്ഞത്, അല്ലെ, ക്രിസ്തു യേശുവിലൂടെ നമ്മളുടെ അകത്ത്, ഹല്ലേലൂയ, ഉയരത്തിലെ ജ്ഞാനവും അറിവും കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഈ ജോസഫിനെ നോക്കിയിട്ട് ഫെറവോൻ പറഞ്ഞു, ഇവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഹല്ലേലൂയ. തിരിച്ചു വരാം. ഉൽപ്പത്തി പുസ്തകം 41:38 പറഞ്ഞിട്ട് 39 പറഞ്ഞു, 39-ാം വാക്യം, ഫെറവോൻ ജോസഫിനോട് പറഞ്ഞു, ദൈവം നിനക്ക് ഈ സ്വപ്നങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് കാരണം തീർച്ചയായിട്ടും നിന്നെക്കാട്ടിലും അറിവുള്ളവനും ബുദ്ധിയുള്ളവനും ജ്ഞാനമുള്ളവനും വേറെ ആരുമില്ല. കണ്ടോ, ഉയരത്തിലുള്ള ആത്മാവിന് അകത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന ജ്ഞാനവും അറിവും. എന്നിട്ട് 40-ാം വാക്യം പറഞ്ഞു, നീ എല്ലാവരുടെയും മേൽ അധികാരിയായി, ഞാൻ കഴിഞ്ഞുള്ള അധികാരിയായിട്ടിരിക്കും. കണ്ടോ, ഹല്ലേലൂയ. കർത്താവിനെ സേവിക്കുന്നവന്റെ അകത്ത് ഈ ലോകത്തിനുള്ള വിഷയങ്ങളുടെ പരിഹാരം ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം, സ്തോത്രം, പലവരുടെയും അകത്ത്
ക്രിയ ചെയ്ത് കാണും എന്ന് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമാ, ഇരുതല മൂർച്ചയേറിയ വാളായ വചനമാ. ഇന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ, എനിക്ക് എൻ്റെ ജീവിതം നയിക്കുവാൻ അല്ലെങ്കിൽ എൻ്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറയുവാണെങ്കിൽ ഇന്ന് വാക്കുകൾ തിരുത്തി പറയണം. ഇന്ന് പറയണം, ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ അകത്തുള്ളത് കാരണം, എൻ്റെ അകത്ത് അറിവ്, ജ്ഞാനം, ഉയരത്തിലെ ശക്തി എല്ലാം എൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. എൻ്റെ അകത്ത്, എൻ്റെ ജീവിതത്തിനകത്ത്, എൻ്റെ മക്കളുടെ ജീവിതത്തിനകത്ത്, എൻ്റെ കൂടപ്പറപ്പുകളുടെ ജീവിതത്തിനകത്ത്, എൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തിനകത്ത്, എൻ്റെ കുടുംബ ജീവിതത്തിനകത്ത് വരുന്ന ഓരോ, എൻ്റെ ജോലി സ്ഥലത്ത് വരുന്ന ഓരോ വിഷയങ്ങളുടെയും പരിഹാരം എൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമത്തിനകത്ത് പ്രവാചകന്മാരുടെ അടുക്കലേക്ക് രാജാക്കന്മാര് പോകുമായിരുന്നു ആലോചന ചോദിക്കാൻ. ഇന്ന് നമ്മൾ രാജകീയ പുരോഹിത വർഗവും ദൈവത്തിന്റെ പ്രവാചകന്മാരും ഒക്കെയാ. ഇന്ന് നമ്മളുടെ അടുക്കലേക്ക് ആൾക്കാർ വരണം ആലോചന ചോദിക്കാനായിട്ട്. ഹല്ലേലൂയ. നമ്മൾ പ്രവാചകന്മാരാ, സ്തോത്രം. പുരോഹിതനും പ്രവാചകനും പ്രവാചികമാരുമാ. ഹല്ലേലൂയ. ഇന്ന് നമ്മളുടെ അടുക്കൽ ആൾക്കാര് വരണം ആലോചന ചോദിച്ചുകൊണ്ട്. ഇതൊന്ന് പ്രാർത്ഥിച്ച് ഇതിനകത്തെ മറുപടി എന്താണ്? ആരാ വരേണ്ടത്? ജാതികൾ വരണം. ഹല്ലേലൂയ. ജാതികൾ വന്നിട്ട് പറയണം, നമ്മുടെ അടുത്ത് വന്നിട്ട് പറയണം, അയ്യോ നിങ്ങൾ ആ സ്ഥാനത്തിരുന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് സമാധാനം കിട്ടിയേനെന്ന്. ഹല്ലേലൂയ. നമ്മളുടെ അകത്ത് എല്ലാത്തിനും പരിഹാരമുണ്ട്. ഇന്ന് വിളിച്ചു പറഞ്ഞ്, ക്രിസ്തു എൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് എൻ്റെ അകത്ത് എല്ലാത്തിനും പരിഹാരമുണ്ട്, സകലത്തിനും പരിഹാരമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അവനവനെ കുറിച്ച് തന്നെ ഉയർത്തി കർത്താവിന്റെ സന്നിധിയിൽ പറയണം, എൻ്റെ അകത്ത് സകലത്തിനും മറുപടിയുണ്ട്, എൻ്റെ അകത്ത് സകല വിഷയങ്ങൾക്കും പരിഹാരമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ അകത്ത് ക്രിസ്തുവിന്റെ അറിവും ജ്ഞാനവും കിടപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മളുടെ ദേശത്തിന് വേണ്ട മറുപടികൾ നമ്മളുടെ അകത്തുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ആരെങ്കിലും ജീവിതത്തിനകത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിനകത്തൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയട്ടെ, കർത്താവിന്റെ സന്നിധിയിൽ കയറിയിരുന്നാൽ നിങ്ങളുടെ അകത്ത് തന്നെ ദൈവം അതിന്റെ പരിഹാരം ഇട്ട് തരും. ഹല്ലേലൂയ. നമ്മൾക്ക് ഈ പരിഹാരം നമ്മളുടെ അകത്ത് ഇട്ടിട്ടാണ് നമ്മളെയൊക്കെ കുടുംബങ്ങൾക്കകത്തും സമൂഹങ്ങൾക്കകത്തും ആക്കി വെച്ചിരിക്കുന്നത്. ലോകം ഇന്ന് പലതിനും മറുപടി തേടി നടക്കുക. ആ മറുപടികളെല്ലാം നമ്മളുടെ അകത്തുണ്ട്. ഇന്ന് പറയണം, എൻ്റെ അകത്ത് മറുപടികൾ ഇട്ടിട്ടുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, ബലപ്പെടുത്തിട്ട് കർത്താവ് അടുത്തൊരു തലത്തിലേക്ക്, ചിന്തകൾക്കകത്ത് അടുത്തൊരു തലത്തിലേക്ക് കയറ്റിട്ട് ബലപ്പെടുത്തിട്ട് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.